ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തി അമേരിക്ക. ഇത് സംബന്ധിച്ച് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ തീരുവ 50%. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും എണ്ണ വാങ്ങുന്നു എന്നാരോപിച്ചാണ് ട്രംപിന്റെ ഈ നടപടി. അതേസമയം US നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് ഇന്ത്യ. നീതീകരിക്കാനാകാത്തതും അന്യായവുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും വിശദീകരണം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ ട്രംപിന്റെ നടപടി ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നതും വിദേശകാര്യ മന്ത്രാലയത്തിന് സംശയമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിൻ്റെ തീയതി ഇന്നാണ് വന്നത്. റഷ്യയുമായി നയതന്ത്ര പ്രതിരോധ ചർച്ചകൾ കുറെ കൂടി ശക്തമാക്കാൻ അജിത് ഡോവൽ മോസ്കോയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരിക്കാം ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിച്ചത്. രൂക്ഷമായാണല്ലോ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളതും, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ്. വീണ്ടും 25% അധിക തീരുവ ഏർപ്പെടുത്താനുള്ള US നടപടിയെ അത് നിർഭാഗ്യകരമാണ്. ആ ഒരു തീരുമാനം, US-ന്റെ തീരുമാനം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചത്. മറ്റ് രാജ്യങ്ങൾ അവരുടെ ദേശ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഈ അധിക തീരുവ ചുമത്താനുള്ള തീരുമാനം അത് നിർഭാഗ്യകരം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ നടപടി, US-ന്റെ നടപടി അന്യായവും നീതീകരിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു നടപടിയാണ് US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിക്കും എന്നത് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആവർത്തിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഈ തീരുമാനത്തെ ഇപ്പോൾ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ 25% തീരുവ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ, അതിന്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കുകയാണെന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% തീരുവ വീണ്ടും ഏർപ്പെടുത്തിയത്. അങ്ങനെ 50% തീരുവയും നേരത്തെ ഏർപ്പെടുത്തിയ പിഴയും ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കൂടിയായിരിക്കും രാജ്യം വരുന്ന മണിക്കൂറുകളിൽ കടക്കുക. വിജയകുമാർ. അച്യുതൻ, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ മാസം അവസാനം അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതിന് ഇതുവരെ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ നടത്തിയ പരിശോധനയിൽ കണ്ടത്. ആ തീയതിയിൽ 25-നാണ് US പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇക്കാര്യത്തിലൊക്കെ എന്തായിരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വാണിജ്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ നിലപാട്? ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന സൂചന ഇതുവരെയുള്ള പ്രതികരണത്തിൽ ഇന്ത്യ നൽകുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇന്ത്യ US-മായിട്ടുള്ള വ്യാപാര കരാർ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. ഇന്ത്യ അവിടെ ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നുണ്ട്. US-ന്റെ നടപടിയെ കൃത്യമായി അതിനെതിരെയുള്ള വിമർശനം അല്ലെങ്കിൽ അതിനെ നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ പുറത്തു വന്ന ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട US വീണ്ടും ഇത്തരം നടപടികൾ തുടർന്നാൽ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളെ പറ്റിയായിരിക്കും ഇന്ത്യ ചർച്ച ചെയ്യുക എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, അതിനി ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന തീരുമാനം എന്താണ്, US-മായി വീണ്ടും ഇത്തരത്തിൽ ഈ വ്യാപാര ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത എന്തായാലും ഉണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ US-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ദോഷകരമായി മാറുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കും, അതിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. യെസ്, അൺഫെയർ, അൺജസ്റ്റിഫൈഡ്, അൺറീസണബിൾ, ഈ 3 വാക്കുകളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണത്തിലുള്ളത്. സാധാരണ അമേരിക്കയുമായൊക്കെയുള്ള വിഷയങ്ങളിൽ ഇത്രയും ഷാർപ്പായ, ഇത്രയും രൂക്ഷമായ പ്രതികരണം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. ഈ കഴിഞ്ഞ നാളിലെ സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്നെയുമല്ല, പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയാണ്, ജപ്പാനിലേക്ക് പോവുകയാണ്. ഈ അമേരിക്കൻ ഈ താരിഫ് ഭീഷണി നിലനിൽക്കെ നടത്തുന്ന ചൈന സന്ദർശനത്തിനും ജപ്പാൻ സന്ദർശനത്തിനും ഒപ്പം അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിൽ നടത്തുന്ന നിർണായക ചർച്ചകൾക്കുമൊക്കെ വലിയ നയതന്ത്ര പ്രാധാന്യം തന്നെയുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് ഓയിൽ നൽകാം എന്ന് വീണ്ടും റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നൽകുന്നതിനേക്കാൾ വില കുറച്ച് നൽകാം എന്നാണ് റഷ്യ ഇന്ന് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി നടത്തിയ ചർച്ചയിൽ റഷ്യൻ പ്രതിനിധികൾ പറഞ്ഞത്. അതും
ഈ അമേരിക്കൻ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ തന്നെയാണ്. അതേസമയം റഷ്യയിൽ നിന്ന് അമേരിക്ക ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സലാഫ്ലോറൈഡും വളവും മറ്റ് രാസവസ്തുക്കളും വാങ്ങുന്നുണ്ട് എന്ന ഇന്ത്യയുടെ മറുപടിയോട് ട്രംപിന്റെ വിചിത്ര പ്രതികരണം. തനിക്കതേപ്പറ്റി അറിയില്ല എന്നും പരിശോധിക്കുമെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ട്രംപിന്റെ ക്ഷുഭിതനായുള്ള പ്രതികരണം. President, India says that the U.S. imports Russian uranium, chemicals, fertilizers, while criticizing their energy imports. Your response to that, sir? I don't know anything about it. I'd have to check, but we'll get back to you on that. Yeah, please. ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായി എങ്കിലും ട്രംപ് ആ ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറി മറ്റൊരാളിനോട് നിങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് ആ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. താരിഫ് വിഷയത്തിൽ അമേരിക്കയുമായി നേർക്കുനേർ നിൽക്കുന്നതിനിടെ ചൈനീസ് സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം 31-ന് മോദി ബീജിംഗിലെത്തും. അതേസമയം നിർണായക ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് എണ്ണ തുടർന്നും നൽകുമെന്ന് റഷ്യ വ്യക്തമാക്കി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ മാസം 31-ന് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. 2019 ഗാൽവൻ മേഖലയിൽ ദിവസങ്ങളോളം ഇന്ത്യയും ചൈനയും നേർക്കുനേർ നിന്നതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചിട്ടില്ല. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച 25% മുകളിൽ വീണ്ടും 25% താരിഫ് പിഴ ചുമത്തിയെന്ന വാർത്ത പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് 6 വർഷങ്ങൾക്കു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചത്. അജിത് ഡോവലും റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ച ഇന്ന് നടക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെന്നാരോപിച്ച് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ നാളെ നിലവിൽ വരാനിരിക്കെയാണ് വീണ്ടും 25% തീരുവ പ്രഖ്യാപിക്കപ്പെട്ടത്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ച അമേരിക്ക റഷ്യയിൽ നിന്നും ആണവ വ്യവസായത്തിനായി യുറേനിയവും മറ്റ് രാസവസ്തുക്കളും വാങ്ങുന്നുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണത്തോട് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം പകുതിയോടെ റഷ്യ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് 24. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുകയാണ്. ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വിമർശിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ജനങ്ങളെ വലച്ച വൻ ഗതാഗത കുരുക്കിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. വലിയ പ്രതിഷേധത്തിനും നിയമപോരാട്ടത്തിനും ഒടുവിലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഹൈക്കോടതി ഉത്തരവ്. പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര തുടങ്ങിയ 5 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. പലകുറി ഹൈക്കോടതി ഉൾപ്പെടെ വടിയെടുത്തു, സമയം അനുവദിച്ചു, പ്രശ്നപരിഹാരമായില്ല. ഇതോടെയാണ് 4 ആഴ്ച ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി കടന്നത്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാരൻ ഷാജി കോടൻ കണ്ടത്ത്. വലിയ സന്തോഷമുണ്ട്. ഇത് ഒരു ജനങ്ങളുടെ വിധിയാണ്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലുണ്ടായ ബുദ്ധിമുട്ട് ഒരുപാടാണ്. ഈ ടോള് പിരിച്ചിട്ട് നമ്മൾ പഞ്ചായത്ത് റോഡിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയും ഡൈവേർട്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. കോടതി സാധാരണക്കാരെ കൂടെയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും പറഞ്ഞ നടപടികൾ സ്വീകരിക്കാതെ ടോൾ പിരിവ് തുടർന്നെന്നും കോടതി വിമർശിച്ചു. ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ടോൾ പിരിവ് നിർത്തി. നടപടിയിൽ യാത്രക്കാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇപ്പോൾ 2 ആഴ്ചക്ക് അങ്ങോട്ടല്ലേ പറഞ്ഞു, 4 ആഴ്ച റോഡ് നന്നായാൽ മതി, അത്രേ പറയാനുള്ളൂ. നല്ല കാര്യമാണ്, വണ്ടികൾക്ക് വേഗം പോവാലോ, സന്തോഷമായ കാരണം വെറുതെ നല്ല കാര്യമാണത്. ഞങ്ങൾക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് വരിക, ചില ദിവസങ്ങളിൽ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് വിട്ടിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ടോളും കൊടുക്കണം, റോഡും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ SFI ABVP സംഘർഷം. ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ഒരു ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനും പരിക്കേറ്റു. പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്തായിരുന്നു ഈ സംഘർഷത്തിന് കാരണം? വിജയകുമാർ, 1 മാസം മുൻപ് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ABVP പ്രവർത്തകർ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ABVP സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഈശ്വരപ്രസാദിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. അത് ഈ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഈ SFI പ്രവർത്തകരും ഈ ABVPയുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനിറങ്ങിയത്. അന്ന് ഈ ഈശ്വരപ്രസാദിനെ മർദ്ദിച്ചതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇന്ന് ഈ ലോ അക്കാദമിയിൽ സംഘർഷമുണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന.
ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഇവിടെ ABVP SFI പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയത്. അതിൽ ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് സാരമായ പരുക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ രണ്ടുപേരെയും പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മറ്റൊരാളെ മെഡിക്കൽ കോളേജിലുമായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ CPIM BJP സംഘർഷത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അത് കൈതമുക്കിൽ BJP CPM സംഘർഷത്തിന്റെ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഈ ലോ അക്കാദമിയിലും ഒപ്പം തന്നെ കൈതമുക്കിലും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയകുമാർ, ഈ പരിക്കേറ്റ രണ്ട് പ്രവർത്തകർ, SFI ഒരു ABVP പ്രവർത്തകർ, രണ്ടുപേരുടെയും ആരോഗ്യനില എങ്ങനെ സലീം? രണ്ടുപേരും മെഡിക്കൽ കോളേജിലാണോ അതോ താലൂക്ക് ആശുപത്രിയിലാണോ? വിജയകുമാർ, ഒരാൾ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. SFI പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. ഒപ്പം ABVP പ്രവർത്തകന്റെ നട്ടെല്ലിനാണ് പരിക്കേറ്റത്. ABVP പ്രവർത്തകനെയാണ് പേരൂർക്കട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ കേസെടുത്തു പോലീസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ്. നഗ്നതാ പ്രദർശനം നടത്തി സാമ്പത്തിക ലാഭം നേടി എന്നായിരുന്നു പരാതി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും FIRൽ പറയുന്നു. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. സെൻസർ ചെയ്തിറങ്ങിയ രതിനിർവേദം, പാലേരി മാണിക്യം, ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച പരസ്യചിത്രം, പ്രസവം ചിത്രീകരിച്ച കളിമൺ എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് പരാതിയിലുള്ളത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട്. 24 കൊച്ചി. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസ് എടുക്കില്ല. ജാത്യധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ വിവാദ പരാമർശത്തിൽ വനിതാ കമ്മീഷന് WCC ഉൾപ്പെടെ 6 സംഘടനകൾ പരാതി നൽകി. സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അടൂർ ഗോപാലകൃഷ്ണൻ ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല. സിനിമാ കോൺക്ലേവിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും ആനുകൂല്യം നിർത്തലാക്കണമെന്നോ ദളിത് വിഭാഗങ്ങളെ പരിഗണിക്കരുത് എന്നോ പറഞ്ഞിട്ടില്ല. അതിനാൽ കേസ് കോടതിയിൽ നിൽക്കില്ലെന്നും നിയമോപദേശം ലഭിച്ചു. ഇതോടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യില്ല. അതിനിടെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ 6 സംഘടനകൾ വനിതാ കമ്മീഷന് പരാതി നൽകി. WCC, ദിശ, അന്വേഷി, പെൺകൂട്ട്, വിങ്സ്, നിസ എന്നീ സംഘടനകളാണ് പരാതി നൽകിയത്. പൊതുവേദിയിൽ ജാതീയവും സ്ത്രീവിരുദ്ധവുമായ പ്രസ്താവന നടത്തി പുഷ്പവതിയുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും അന്തസ്സിനെയും അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ KPMS DGPക്കും പരാതി നൽകി. 24 തിരുവനന്തപുരം. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ വൻ സംഘർഷം. SFI UDSF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പിൽ SFI വൻ ജയം നേടി. തെരഞ്ഞെടുപ്പ് നടപടി തുടങ്ങും മുമ്പേ സർവകലാശാല സംഘർഷഭരിതം. കാസർഗോഡ് നിന്നുള്ള MSF UECയെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നും ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്നും UDSF. MSF കള്ളവോട്ടിന് ശ്രമിച്ചെന്ന് SFIയും ആരോപിച്ചു. സംഘർഷത്തിൽ പോലീസ് ലാത്തിവീശി. ഹെൽമറ്റും കല്ലും കൊണ്ട് പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇരുവിഭാഗം പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് നടപടിക്കെതിരെ SFI രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു. MSF നേതാക്കളും സർവകലാശാലയിലെത്തി. സംഘർഷം നീണ്ടതോടെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും സ്ഥലത്തെത്തി. UECയെ തട്ടിക്കൊണ്ടുപോയെന്ന MSF ആരോപണം കള്ളമെന്നാരോപിച്ച് SFI വീഡിയോ പുറത്തുവിട്ടു. ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ തുടർച്ചയായ 26ാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI നിലനിർത്തി.
അത്ര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം ഞങ്ങൾക്കെതിരാണെങ്കിലും കാസർഗോഡ്, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ UDSF നേടി. 24 കണ്ണൂർ. സാങ്കേതിക സർവകലാശാലയിലെ ഭരണസ്തംഭനവും സാമ്പത്തിക പ്രതിസന്ധികളും തുടരും. വൈസ് ചാൻസലർ വിളിച്ച ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാനാകാതെ പിരിഞ്ഞു. ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിൽ മാറ്റം വരുത്തിയുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു വൈസ് ചാൻസലർ ഇന്ന് ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചത്. 15 പേർ അടങ്ങുന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയത് 4 പേർ മാത്രം. കോറം തികയാത്തതിനാൽ യോഗം നടന്നില്ല. ഇതോടെ ശമ്പളവും പെൻഷനും ഇനിയും വൈകുമെന്ന് ഉറപ്പായി. സർവകലാശാല വാഹനങ്ങൾക്ക് ഇന്ധനം വാങ്ങാൻ പോലും പണമില്ല, ഡ്രൈവറില്ല, വാഹനങ്ങളുടെ ഇൻഷുറൻസും പുതുക്കിയിട്ടില്ല. ചാൻസലർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് വൈസ് ചാൻസലർ K. ശിവപ്രസാദ്. ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങുകളുടെയൊക്കെ എന്താണ് ഫലമുണ്ടായത്, എന്തൊക്കെ നടന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ചാൻസലറിനെ അറിയിക്കേണ്ടതാണ്. അത് ഇന്ന് തന്നെ അതിൻ്റെ മിനിറ്റ്സ് റിപ്പോർട്ടായിട്ട് കൊടുക്കും. ഇനി അതൊന്ന് സിൻഡിക്കേറ്റിലേക്ക് വെച്ചാൽ സിൻഡിക്കേറ്റിൽ ഒന്ന് പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്ക് പോകും. അതിനുള്ള ശ്രമമാണ് ഇനി അടുത്ത ആഴ്ച നടത്തേണ്ടത്. കോഴ്സുകൾ വിജയിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് അച്ചടിക്കാൻ പോലും പണം ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സർവകലാശാലയ്ക്കിപ്പോൾ. ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രീതി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. അക്കാദമിക് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാകും സെർച്ച് കമ്മിറ്റി. ഇതിന്റെ കരട് ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പ്രസവശേഷം ആശുപത്രിയിലെത്തിച്ച നവജാത ശിശു മരിച്ചു. ആലങ്കോട് സ്വദേശിയായ 23-കാരിയുടെ കുഞ്ഞാണ് മരിച്ചത്. ആറ്റിങ്ങൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് സലീം, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയായ 23-കാരിയുടെ കുഞ്ഞാണ് മരിച്ചത്. ഈ 7 മാസം മാത്രമായിരുന്നു വളർച്ചയെത്തിയത്. അപ്പോഴായിരുന്നു ഈ 23-കാരി വീട്ടിൽ പ്രസവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 7 മാസം ഗർഭിണിയായിരുന്ന ഇവർ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വയറുവേദന അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടിൽ തന്നെ പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ പോലീസ് പ്രാഥമികമായി പറയുന്നത് ഇതിൽ സംഭവിച്ചത് ഇവർക്ക് ഇത് പ്രസവ വേദനയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് പ്രശ്നം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇവർ നൽകിയിരിക്കുന്ന മൊഴിയും ആ നിലയിലാണ്. ഈ വീട്ടുകാർ പറയുന്നത് ഇവർക്ക് ഈ യുവതിക്ക് അൾസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ വേദനയാണ് എന്നുള്ളതാണ് ആദ്യം കരുതിയത്. പക്ഷേ പിന്നാലെയാണ് അത് പ്രസവ വേദനയാണെന്ന് തിരിച്ചറിയുകയും അപ്പോൾ തന്നെ വീട്ടിൽ പ്രസവിക്കുകയുമായിരുന്നു. അതിനുശേഷം അനക്കമില്ലാത്തതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് അവിടെ നിന്നും രക്ഷിതാക്കൾ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിലേക്ക്, വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പിന്നാലെ ഡോക്ടർ പരിശോധിച്ച് കുട്ടി മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൂടുതൽ വിശദമായി തന്നെ കേസ് അന്വേഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നോവായി ധരാലി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതർ. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ ഇവരെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടലുകൾ സജീവമായത്. ചാർധാം തീർത്ഥാടനത്തിന് പോയ 28 മലയാളികളാണ് ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയത്. എന്നാൽ ഇന്നലെ മുതൽ ഇവരുമായി ആശയവിനിമയം നടത്താൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിലെ ആശങ്ക 24മായി കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ വേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് 8:30 കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഉത്തരാഖണ്ഡ് മലയാളി സമാജവും ഉത്തരകാശി ജില്ലാ ഭരണകൂടവുമായി ഇടപെടലുകൾ നടത്തി. 28 പേരും സുരക്ഷിതരെന്ന് ഉച്ചയോടെ വിവരം. ബേരോഘാട്ടി ITBP ക്യാമ്പിലേക്ക് ഇവരെ മാറ്റി. ഇതുവരെ അവര് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് 5 ബസ്സുകളോളം പിടിച്ച് ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. അവരപ്പോൾ അതിനകത്ത് തന്നെയുണ്ട്.
സുരക്ഷിതരാണെന്ന് കുടുങ്ങിയവർ ബന്ധുക്കളെ അറിയിച്ചു. എല്ലാവരോടും എല്ലാവരും വിളിച്ചു പറയേ, ഞങ്ങളിവിടെ സേഫാണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, റൂമും ഭക്ഷണവും എല്ലാം ഉണ്ട്, അതുകൊണ്ട് നെറ്റ്വർക്ക് ഒന്നുമില്ല, എല്ലാം ഇവിടുത്തെ ടവർ പോയത് കാരണം കൊണ്ട് ആരും വിളിക്കാനോ പറ്റില്ല. 28 പേരിൽ 8 പേർ കേരളത്തിൽ നിന്ന് പോയവരാണ്. 20 പേർ മുംബൈയിൽ താമസമാക്കിയവരും. 24 കൊച്ചി. കനത്ത നാശമുണ്ടായ ഉത്തരാഖണ്ഡിലെ ദരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 9 സൈനികർ ഉൾപ്പെടെ 130 പേരെയാണ് ദരാലി ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയം. 5 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ച ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SDRF, NDRF, കരസേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘം പ്രശ്നബാധിത മേഖലകളിൽ എത്തി. വ്യോമമാർഗം ധരാലിയിലെത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ അവസ്ഥ मुख्यमंत्री प्रधानमंत्री नरेंद्र मोदी धरिपिച്ചു. सभी एजेंसियां हमारी यहाँ पर काम कर रही है, सेना के लोग भी काम कर रहे हैं. रास्ते में चूँकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സേന ധരാലിയിലെത്തും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഡെറാഡൂണിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറന്നു. ഹരിദ്വാർ ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 413 തീർത്ഥാടകരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ അതിഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ദേശീയപാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുണ്ടിസോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ റഡാർ പരിശോധനയും പരാജയം. സെബാസ്റ്റ്യന്റെ വീട്ടിലും സുഹൃത്തിന്റെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് കിട്ടിയ കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് തെളിവായി ശേഖരിക്കാനായത്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. സെബാസ്റ്റ്യന്റെ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിൽ മനുഷ്യശരീര അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുറപ്പിക്കാനുള്ള അവസാന പിടിവള്ളിയായിരുന്നു ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ. 8 മണിക്കൂർ നീണ്ട പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ ആദ്യം ശേഖരിച്ച അസ്ഥികളുടെ ഉറവിടം കണ്ടെത്താനാകാതെ വലയുകയാണ് അന്വേഷണ സംഘം. മറ്റെവിടെയോ മൃതദേഹം കത്തിച്ചതായാണ് വിലയിരുത്തൽ. സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിരുന്ന ചേർത്തല സ്വദേശിനി റോസമ്മയുടെ വീട്ടിലും റഡാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. 2012 കാണാതായ ആയിഷയെ 2016 വീടിന് സമീപം കണ്ടെന്ന വെളിപ്പെടുത്തൽ റോസമ്മ തിരുത്തി. പ്രതികരണങ്ങളിൽ അസ്വാഭാവികത തോന്നിയ അന്വേഷണ സംഘം റോസമ്മയെ വിശദമായി ചോദ്യം ചെയ്യും. എനിക്കറിയത്തില്ല, ഞാനിവിടെ അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എന്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. കണ്ടെത്തിയ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം നാളെ ലഭിക്കും. 24 ആലപ്പുഴ. ആലപ്പുഴയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലായിരുന്നു സംഭവം. ഇരുവരിൽ നിന്നും കുട്ടി നേരിട്ടിരുന്ന പീഡനങ്ങളുടെ അനുഭവക്കുറിപ്പ് 24-ന് ലഭിച്ചു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ വീണ്ടും കുട്ടിയെ ആക്രമിക്കാൻ പിതാവ് ശ്രമിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം മിടുമിടുക്കി. അധ്യാപകർക്കും കൂട്ടുകാർക്കുമിടയിൽ ചിരിച്ചും കളിച്ചുമിരുന്ന അവൾ വീട്ടിൽ നേരിട്ടതത്രയും ക്രൂരപീഡനം.
എന്നെ എൻ്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പ എടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു. 3 അടി അടിച്ചോ? തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം രണ്ടാനമ്മ അതിക്രൂരമായി മർദ്ദിച്ചു. വീട്ടിലെ ശൗചാലയം ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ല. ആരോടും പറയാനാകാതെ താൻ നേരിട്ട പീഡനങ്ങൾ അത്രയും അവൾ നോട്ട്ബുക്കിൽ കുറിച്ചുവെച്ചു. വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തിയതടക്കം. അടികൊണ്ടു വീങ്ങിയ കവിളുമായി സ്കൂളിലെത്തിയപ്പോഴാണ് സ്കൂൾ അധികൃതർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മുഖമെല്ലാം വീർത്തിരിക്കുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു ഇത് രക്ഷകർത്താക്കൾ ഉപദ്രവിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ രക്ഷകർത്താക്കളെ ഉപദ്രവിച്ചാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. കുട്ടികൾക്കെതിരായ അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് നൂറനാട് പോലീസ് കേസെടുത്തു. ഇതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 വാർത്താ സംഘത്തിന് നേരെ പിതൃമാതാവിന്റെ ആക്രമണം. ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പിതൃമാതാവിനൊപ്പം ബന്ധുവീട്ടിലേക്ക് പോയ കുട്ടിയെ പിതാവ് വീണ്ടുമെത്തി ആക്രമിച്ചു. കുട്ടിയെയും എടുത്ത പിതൃമാതാവ് ഓടി രക്ഷപ്പെട്ടു. ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ഇടപെട്ട് ഇരുവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഒളിവിൽ പോയ അച്ഛനും രണ്ടാനമ്മയ്ക്കുമായി നൂറനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംരക്ഷണമൊരുക്കേണ്ട കൈകൾ തന്നെ സംഹരിക്കാനൊരുങ്ങുന്ന കാഴ്ച. അപായപ്പെടുത്തിയേക്കുമെന്ന ഭീതിയിൽ താൻ നേരിട്ടതൊക്കെയും ആ 4ാം ക്ലാസ്സുകാരി തൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചുവെച്ചു. അക്രമികൾ അഴിക്കുള്ളിലായാൽ മാത്രമേ അവൾ സുരക്ഷിതയാകൂ എന്ന വ്യക്തമാകുന്നു. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച എന്ന ഒരു വിവരാവകാശ രേഖയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനം ഇല്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് 24 ലഭിച്ചത്. സുരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സുരജ്, എന്താണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത്? വിജയകുമാർ, ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്വകാര്യ ബസ്സുകൾക്കെതിരെയൊക്കെ ഈ ഫസ്റ്റ് എയ്ഡ് ഇല്ലാത്തതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചതൊക്കെ നേരത്തെയും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ 15 വർഷത്തോളമായി KSRTC ബസ്സുകളിൽ ഈ ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ തന്നെ വ്യക്തമാകുന്നത്. ഇത് ചാലക്കുടി കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ ഒരു നടപടി, അതേ തുടർന്ന് നടത്തിയ വിവരാവകാശത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. KSRTC കണ്ടക്ടറും ജീവനക്കാരുടെയും സംഘടനയായ ഫോറം ഫോർ ജസ്റ്റിസിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഷൊർണൂർ സ്വദേശിയുമായ ഷാജനാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിവരാവകാശം സമർപ്പിച്ചത്. 2 മാസം മുമ്പ് KSRTCയുടെ ഇൻസ്പെക്ടർ ബസ് പരിശോധിച്ചപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്തതിന്റെ പേരിൽ കണ്ടക്ടർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് രേഖാമൂലം തന്നെ വിവരാവകാശ രേഖ സമർപ്പിക്കാൻ സംഘടന തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടറായ ഷാജൻ സമർപ്പിച്ച വിവരാവകാശ രേഖയിലാണ് 15 വർഷത്തോളമായി KSRTC ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ഇല്ല എന്ന വിവരം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. വിജയകുമാർ, 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കോർപ്പറേഷൻ തന്ന മറുപടിയിൽ പറയുന്നത് പുതുതായിട്ട് വാങ്ങിക്കുന്ന ബസ്സുകളിൽ, പുതുതായി ലഭ്യമാക്കുന്ന ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം പഴയ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും ഇല്ല എന്നതാണ്. മാത്രമല്ല 2010 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഒരു മരുന്നും വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ്. അതായത് മരുന്നുകൾ വാങ്ങാനുള്ള ഉത്തരവുകളൊന്നും നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ 2010 മുതൽ 2025 വരെയുള്ള ഈ കാലയളവിൽ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്ത വണ്ടികളുണ്ടെന്നും അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള വണ്ടികളിൽ തന്നെ മരുന്നുകളില്ല എന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറുപടിയും വിഷയവുമാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ എരുവേശി എഴുത്തുകടവിൽ ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന സ്കൂട്ടർ പുഴയിൽ വീണു. വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിയെ കാണാതായി. അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. മിഥില, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇതിൽ യാത്ര ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
വിജയകുമാർ, അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിൽ യാത്ര ചെയ്തത് ചുണ്ടപ്പറമ്പ് മുണ്ടക്കൽ ആൻഡോയാണ്. ഇയാളെ നിലവിൽ ഇപ്പോൾ കാണാനില്ല. ഇയാൾക്കായുള്ള തിരച്ചിൽ പുഴയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരനാണ്, മുച്ചക്ര വാഹനമാണ് പുഴയിൽ പോയത്. അയൽവാസികൾ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ ഈ മുച്ചക്ര വാഹനം പുഴയിൽ കിടക്കുന്നതാണ് കണ്ടത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഇന്നലെ ഇതേ സ്ഥലത്ത് കാറും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാർ അപകടത്തിൽപ്പെട്ട് ഏറെ ദൂരം കാർ പുഴയിലൂടെ മുന്നോട്ട് പോയി. അതിനുശേഷം 20 മീറ്ററോളം പോയതിനു ശേഷമാണ് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ചില്ല് താഴ്ന്നു കിടക്കുകയായിരുന്നു കാറിന്റെ മുൻവശത്തെ, അതുവഴി പുറത്തേക്ക് കടന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കാർ കാണാതായ സ്ഥലത്തു നിന്നും 200 മീറ്റർ മാറി കണ്ടെത്തിയത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വാഹനം കൂടി വീണിരിക്കുന്നത്. ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതൊരു ചപ്പാത്താണ്. ഇതുവഴി വെള്ളം വലിയ രീതിയിൽ ഒഴുകുന്നുണ്ട്. ഇതിന് ഒരു സംരക്ഷണ ഭിത്തിയോ അങ്ങനെയൊന്നും ഇല്ല. ഈ സംരക്ഷണ ഭിത്തി അവിടെ കെട്ടണം എന്നത് വളരെ നാളത്തെ ഒരു ആവശ്യമാണ്. ഈ ഒരു മഴക്കാലം കൂടി ആയതിനാൽ വലിയ രീതിയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കും ഈ ഒരു പുഴയിലുണ്ട്. ഇന്നലെ സമാനമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ കാണാതായ ആൾക്കായി ഈ ചുണ്ടപ്പറമ്പ് മുണ്ടക്കൽ ആൻഡോയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. യെസ്, മുണ്ടക്കൽ ആൻഡോ എന്നൊരാളെയാണ് അവിടെ കാണാതായത്. അദ്ദേഹത്തെ കണ്ടെത്താൻ രാത്രിയിലും തെരച്ചിൽ തുടരുകയാണ്. സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖല എന്ന അത്തരം സ്വഭാവത്തിലുള്ളൊരു സ്ഥലമാണിത് എന്നുകൂടി ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ സമാനമായ ഒരു അപകടമുണ്ടായിരുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അമേരിക്കയിലെ സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ്. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത്. 5 US സൈനികർക്ക് വെടിയേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നറിയില്ല. പക്ഷേ അവിടെ 5 സൈനികർക്ക് വെടിയേറ്റു എന്നൊരു വിവരം വരുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോഴും വെടിയൊച്ച കേൾക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിൽ കൂടുതൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പുണ്ടായി എന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. 5 US സൈനികർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് വിശദാംശങ്ങൾ എത്തിക്കാം. തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് നിലം പൊത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും BJP കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വലിയ ശബ്ദം കേട്ടാണ് പുലർച്ചെ പരിസരവാസികൾ സ്കൂളിലേക്ക് എത്തിയത്. ജിപ്സം സീലിംഗും ഫാനുകളും പൊട്ടി താഴെ വീണു. 56 ലക്ഷം രൂപ ചെലവിട്ട് 2 വർഷം മുമ്പാണ് കോസ്റ്റ്ഫോർഡ് കെട്ടിടം നിർമ്മിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും BJP കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ഇവർ തട്ടിക്കയറി. ഇന്ന് രാവിലെ കുട്ടികൾ വന്നെങ്കിൽ ഈ അപകടം ആ കുട്ടികളിലേക്ക് വന്നേനെ. അതുകൊണ്ട് തന്നെ ആദ്യമേ നന്ദി പറയേണ്ടത് നമ്മുടെ കളക്ടർക്കാണ്. കാരണം ഇന്ന് അവധി പ്രഖ്യാപിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായി. ഇന്നലെ 1 മണിക്കല്ല, ഇന്ന് രാവിലെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായി മാറി. 54 ലക്ഷം രൂപ മുടക്കി പണിത കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. ഓഡിറ്റോറിയം, കൊച്ചു കുട്ടികൾ, ഇവിടെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, വളരെ ചെറിയ കുട്ടികൾ. സാധാരണഗതിയിൽ രാവിലെ എത്തുന്ന കുട്ടികൾ ക്ലാസ് തുറക്കുന്നത് വരെ കയറിയിരിക്കുന്നത് അപകടം നടന്ന ഓഡിറ്റോറിയത്തിലാണ്. തുടർച്ചയായ മഴ മൂലം ജിപ്സത്തിനുണ്ടായ ബലക്ഷയമാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രൊജക്ട് ഡയറക്ടറുടെ വിശദീകരണം. ജിപ്സത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈർപ്പം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഈ സ്ക്രൂകളിൽ നിന്ന് വിടും. അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയത്ത് വന്ന ഒരു അപാകതയായിട്ടാണ് ഇത് നോക്കുന്നത്. ഇനി അത് സംഭവിക്കാത്ത രീതിയിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം ഇനിയിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കോസ്റ്റ്ഫോർഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിനിടെ പാലം തകർന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ പരിശോധനയിലാണ് വീഴ്ച കണ്ടെത്തിയത്. വിജിലൻസ് റിപ്പോർട്ട് നാളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് കൈമാറും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അച്ഛൻ കോവിലാറിന് കുറുകെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കീച്ചേരിക്കടവ് പാലം തകർന്ന് നിർമ്മാണ തൊഴിലാളികളായ 2 പേർ മരിച്ചത്. മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക്, തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു എന്നിവർക്കായിരുന്നു ദാരുണാന്ത്യം.
സംഭവത്തിന് പിന്നാലെ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടത്. പൊതുമരാമത്ത് ജില്ലാ വിജിലൻസ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹരീഷ് നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ സുരക്ഷാ വീഴ്ച വ്യക്തമായതായി ഹരീഷ്. റിപ്പോർട്ട് നാളെ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും ഹരീഷ് 24-നോട് പറഞ്ഞു. പാലത്തിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചു. സുരക്ഷാ വീഴ്ച ഉള്ളതായി അനുമാനിക്കുന്നു. പക്ഷേ വിശദ പരിശോധനയിലും നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് ഇന്നത്തോടെ പരിശോധന പൂർത്തിയായി നാളെ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നും നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം. അടിക്കടി നടക്കുന്ന എല്ലാ പാലം പണിയുമായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന അപാകതകൾ ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മരിച്ച തൊഴിലാളികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം പോലും പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. 24 കൊട്ടാരക്കര. അമേരിക്കയിലെ സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പ്. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിലാണ് വെടിവെപ്പുണ്ടായത്. 5 US സൈനികർക്ക് വെടിയേറ്റു. അമേരിക്കയിൽ നിന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും അവിടെ വെടിയൊച്ച കേൾക്കുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരാണ് അക്രമി? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? പ്രാദേശിക സമയം 11 മണിയോടുകൂടിയാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. 5 സൈനികർക്കാണ് വെടിയേറ്റത്. ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചികിത്സയ്ക്കായിട്ട്. വിന്നാൾമി എന്ന് പറയുന്ന ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് മിലിറ്ററി ബേസിലാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് മിലിറ്ററിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അക്രമി കീഴടക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസോ അല്ലെങ്കിൽ സൈന്യമോ പുറത്തുവിട്ടിട്ടില്ല. FBI എന്തെങ്കിലും രീതിയിലുള്ള ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കണമെങ്കിൽ അവർ സഹകരിക്കാമെന്ന് സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ മിലിറ്ററി ലോക്ക്ഡൌണിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു വലിയ സൈനിക കേന്ദ്രമാണ്. 21,000 ആക്റ്റീവ് സോൾജേഴ്സ് ഉള്ള ഒരു സൈനിക കേന്ദ്രമാണ്. അത് മാത്രമല്ല 19,000-ഓളം വിമുക്ത ഭടന്മാർ, ഏതാണ്ട് 3,200-ഓളം വീടുകളിൽ ഈ സൈനിക കേന്ദ്രത്തിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1,200-ഓളം കോൺട്രാക്ടർമാരും ഈ സൈനിക കേന്ദ്രത്തിലുണ്ട്. യെസ്, ഇപ്പോൾ വരുന്നൊരു വിവരം, പ്രസിഡന്റ് ട്രംപിനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈറ്റ് ഹൗസ് ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന് വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. അക്രമിയെ കീഴടക്കിയിട്ടുണ്ട്, പക്ഷേ ഇയാളുടെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിക്ക് പിന്തുണയുമായി കൂടുതൽ സാക്ഷികൾ. മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നത് കണ്ടു എന്ന് വെളിപ്പെടുത്തി 6 പേർ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചു. അതിനിടെ ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തിയ പുതിയ സ്പോട്ടിൽ നിന്ന് ഒന്നും പുതുതായി കണ്ടെത്തിയില്ല. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മേലുള്ള ആദ്യഘട്ട പരിശോധന അവസാനിക്കാനിരിക്കെയാണ് പുതിയ സാക്ഷികൾ രംഗത്തെത്തിയത്. ശുചീകരണ തൊഴിലാളി പലപ്പോഴായി മൃതദേഹം കുഴിച്ചിടുന്നത് തങ്ങൾ കണ്ടുവെന്നാണ് പുതിയ സാക്ഷികൾ പറയുന്നത്. SITക്കൊപ്പം ചേർന്ന് അസ്ഥികൾ കണ്ടെത്താൻ സഹായിക്കാമെന്നും ഇവർ പറയുന്നു. എന്നാൽ പൂർണ്ണമായും ഇവരുടെ മൊഴിയെടുത്ത ശേഷമാകും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. 13-ാം സ്പോട്ടിലായിരുന്നു ഇന്ന് പരിശോധന നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാവിലെ DGP പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ ചേർന്ന SIT യോഗത്തിന് ശേഷം ഈ തീരുമാനം മാറ്റി. കഴിഞ്ഞ ദിവസം അസ്ഥികൾ കണ്ടെത്തിയ 11-ാം സ്പോട്ടിന് സമീപമുള്ള പുതിയ സ്പോട്ട് കുഴിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചു. 3 മണിക്കൂറോളം നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. പുതിയ സാക്ഷികൾ കൂടി രംഗത്ത് വന്നതോടെ ധർമ്മസ്ഥലയിലെ അന്വേഷണം സങ്കീർണമാവുകയാണ്. എന്തായാലും ശേഷിക്കുന്ന 13-ാം നമ്പർ സ്പോട്ടിലാകും നാളെ പരിശോധന എന്നാണ് സൂചന. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ കർണാടക മാധ്യമപ്രവർത്തകരെ ഒരു സംഘം കയ്യേറ്റം ചെയ്തു. വാർത്താ ചിത്രീകരണത്തിനിടയിലായിരുന്നു കയ്യേറ്റം. 6 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് എത്തി സ്ഥിതിഗതികൾ പിന്നീട് ശാന്തമാക്കി. ആലപ്പുഴ മുതുകുളം സ്വദേശി ആശയ്ക്കും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം.
24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിലൂടെയാണ് ഇവർക്ക് തണലൊരുങ്ങിയത്. ആലപ്പുഴ ജില്ലയിലെ 5ാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ് മുതുകുളത്ത് നടന്നത്. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ചിരുന്ന ബിജുവിനും ആശയ്ക്കും സ്വന്തമായി വീടെന്നത് ഒരു സ്വപ്നമായിരുന്നു. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഇവരെ ചേർത്ത് പിടിച്ചപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായി. 100 വീട് ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ 5ാമത്തെ വീടിന്റെ അവകാശികളാണ് ഇന്നിവർ. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് 5 വർഷത്തിന് മേളായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് വാടകയ്ക്ക് കിടക്കുമായിരുന്നു, വാടക തോറും നടക്കുമായിരുന്നു. ഞാൻ വീട് ദൈവത്തിന് അനുഭവം കിട്ടിയതിൽ വളരെ സന്തോഷം. എല്ലാവരോടും നന്ദിയും കടപ്പാടും പറയുന്നു. 24 പ്രതിനിധി സുജിത് സുരേന്ദ്രൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് വീടിൻ്റെ താക്കോൽ ആശയ്ക്കും ബിജുവിനും മക്കൾക്കുമായി കൈമാറുകയാണ് 24-ന് വേണ്ടി. എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈ വീട്ടിൽ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ്, മുതുകുളം പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി, വാർഡ് മെമ്പർ ശ്രീജ, 24 കണക്ട് കാർത്തികപ്പള്ളി താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ AK മധു, കോർഡിനേറ്റർ സുന്ദരൻ പ്രഭാകരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മുതുകുളം പഞ്ചായത്തിൽ 24ഉം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു വീട് നൽകിയതിന് ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. കാരണം ഈ അർഹരായവരെ കണ്ടെത്തുന്നത് മുതൽ ഈ വീട് തറക്കല്ലിടുന്നത്, പൂർത്തിയാകുന്നത്, പാല് കാച്ചുന്നത് എല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ്. 24 കണക്റ്റും ചിറ്റിലപ്പള്ളിയും അതിൽ ഏറ്റവും അഭിമാനം, ഞങ്ങളുടെ സന്തോഷത്തിൽ ആണ്. പദ്ധതിയിലൂടെ 10 വീടുകളാണ് ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്നത്. 24 ആലപ്പുഴ. വയനാട് CPM-ലെ സംഘടനാ പ്രശ്നങ്ങളിൽ കെണിച്ചിറയ്ക്ക് പിന്നാലെ കൂടുതൽ പ്രദേശങ്ങളിലും നടപടി. കണിയാമ്പറ്റയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. പരസ്യ പ്രസ്താവന നടത്തിയെന്ന ആരോപണം ചുമത്തിയാണ് അച്ചടക്ക നടപടി. K ജബ്ബാർ, M മുഹമ്മദ്, K ഇബ്രാഹിം, K ജംഷീർ, രാഘവൻ എന്നിവർക്കെതിരെയാണ് നടപടി. പുത്തലത്ത് ദിനേശന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കോട്ടത്തറ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നടപടി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.